സമരസമിതിയുടെ നേരത്തെ ഉണ്ടായിരുന്ന ഭാരവാഹിയാണല്ലോ ബാലമുരളി. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇത് നേരത്തെ അവർക്ക് സംശയമുള്ള കാര്യമാണ്, അത് CBI ഇപ്പോൾ കണ്ടെത്തിയിരുന്നു. ഇതിലെ ഒരു പ്രതിയായിരുന്ന പ്രതിപ്പട്ടികയിലുണ്ടായിരുന്ന ഒരു രാജാക്കാട് സ്വദേശി ഷിബു ആ വീട്ടിൽ സ്ഥിരമായി ഒരു കുടുംബാംഗത്തെ പോലെ അവിടെ ഉണ്ടായിരുന്നു. ഒരൊറ്റമുറി വീട്ടിൽ എങ്ങനെയാണ് അങ്ങനെ ഒരാൾ താമസിക്കുക എന്നൊക്കെ ഈ ബാലമുരളി നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്. ഇതൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുള്ളതാണോ? എന്താണ് ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ബാലമുരളി ഇപ്പൊ സംസാരിച്ചെന്ന് പറഞ്ഞല്ലോ, അതെ, ഈ വ്യക്തിന്റെ വീട് എവിടെയാന്ന് സാറൊന്ന് അന്വേഷിക്കാൻ പറ്റുമോ? ഈ ബാലമുരളി ഞാനും കണ്ടുമുട്ടുന്നത് എപ്പോഴാന്ന് ബാലമുരളിയോട് ചോദിച്ചിട്ടുണ്ട്. 2019 പ്രതികളിലെ വെറുതെ വിട്ട ശേഷമാണ് എനിക്ക് ബാലമുരളിനെ അറിയുള്ളൂ. അതിക്ക് മുമ്പ് എൻ്റെ വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ ബാലമുരളി കൃത്യമായിട്ട് അറിയണമെങ്കിൽ അയൽവാസി ആയിരുന്നിട്ടാണോ? കഞ്ചിക്കോട് കിടക്കണവൻ എങ്ങനെ അട്ടപ്പാളത്തുള്ള കാര്യങ്ങൾ അറിയുക? അന്വേഷിക്കുമ്പോൾ അതും കൂടി എൻ്റെ ഭാഗം അവരുടെ ഭാഗം സംസാരിക്കുമ്പം അതും കൂടി ചോദിക്കണമായിരുന്നു. നിങ്ങളുടെ വീട് എവിടെയാണ്, വാളയാർ മക്കളുടെ വീട് എവിടെയാണെന്ന് അത് കൃത്യമായിട്ട് ചോദിക്കുക. ബാലമുരളി എവിടെയായിരിക്കണം, എൻ്റെ വീട്ടിൻ്റെ 3ാമത്തെ വീടാണോ, അതും കൂടി ചോദിക്കുക. ഞാൻ ബാലമുരളിനെ കാണുന്നത് എന്താണെന്ന് അതും കൂടി ചോദിക്കണം. ബാലമുരളി പറഞ്ഞ അടിസ്ഥാനത്തിലാണ് സാർ എന്നോട് ചോദിച്ചത്, അതിൽ ഞാൻ തെറ്റ് പറയുന്നില്ല. എൻ്റെ വീടിന്റെ 3ാമത്തെ വീടാണോ ബാലമുരളി? അല്ല, അതെന്താന്ന് ഞാൻ ചോദിക്കാൻ കാര്യം വെച്ചാൽ ബാലമുരളി നമ്മളുടെ ചാനലിലൂടെ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞപ്പോൾ അതിന് സ്വാഭാവികമായും താങ്കളോട് അതിൻ്റെ ഒരു മറുപടി തേടേണ്ടതുള്ളത് കൊണ്ട് ഞാൻ ചോദിച്ചതാണ്. അതിലെനിക്ക് കുഴപ്പമില്ല, സാർ ചോദിച്ചാൽ എനിക്ക് വിഷമവുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ബാലമുരളിയോട് ചോദിച്ചപ്പോൾ ഇനി നാളുകളിലാണെങ്കിലും ബാലമുരളി കിട്ടിക്കഴിഞ്ഞാൽ ചോദിക്കേണ്ട ഒരു വിഷയം, വാളയാർ മക്കളുടെ വീടും ബാലമുരളിൻ്റെ വീടും 2ഓ 3ാമത്തെ വീടാണോ ചോദിക്കണം. കഞ്ചിക്കോട് കിടക്കണ ബാലമുരളി ഞാൻ എപ്പോഴാണ് പരിചയപ്പെട്ടു എന്നുള്ളത് ചോദിക്കണം. ഞാൻ വ്യക്തമായിട്ട് പറയാം, കൃത്യമായിട്ട് ഞാൻ പറയാം. 2019 പ്രതികളിൽ വെറുതെ വിട്ട ശേഷമാണ് ബാലമുരളി ഞാനും കൂടി കണ്ടുമുട്ടുന്നത്. അതിക്ക് മുമ്പ് വരെ എനിക്ക് ബാലമുരളി ആരാണെന്ന് അറിയാൻ പാടില്ല. പുന്നല ശ്രീകുമാറിൻ്റെ കൂടെ എന്നെ പറഞ്ഞാച്ചു വിട്ടത് ബാലമുരളിയാണ്. അവിടെ നിന്നേ എനിക്ക് അറിയുള്ളൂ ബാലമുരളി ആരാന്ന്. അതിക്ക് മുമ്പ് എനിക്ക് ബാലമുരളി ആരാന്ന് അറിയാൻ പാടില്ല. 2017 കഴിഞ്ഞ സംഭവം ബാലമുരളി ഇത്ര കൃത്യമായിട്ട് പറയണമെങ്കിൽ എൻ്റെ വീട്ടിൻ്റെ 2ാമത്തെ വീടായിരിക്കണം. കഞ്ചിക്കോട് കിടക്കണവൻ എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ അറിയുക? ഇതിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടാകുമെന്നാണ് താങ്കൾ സംശയിക്കുന്നത്, അല്ലെ കരുതുന്നത്? ഞാൻ ചോദിക്കട്ടെ സാറേ, ഈ ബാലമുരളി ഞങ്ങളുടെ കൂടെ ബാലിൻ്റെ വീട്ടിലേക്ക് നടപ്പ് സമരം നടത്തുന്നത് വരെയും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണല്ലോ. എന്തുകൊണ്ടാണ് ബാലമുരളി വളരെ സമരത്തിൽ മാറാൻ കാരണം എന്ന് സാറൊന്നും അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ടോ? സജീവമായിട്ട് മക്കൾക്ക് നീതി കിട്ടണം എന്ന് കാരണത്താൽ മാറി എന്ന് സാറൊന്ന് ചോദിച്ചിട്ടുണ്ടോ? അല്ല, അതല്ല ഞാൻ ചോദിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ, ബാലമുരളി അവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിച്ചത് ഈ കുറ്റപത്രത്തിൽ ഒറ്റമുറി വീട്ടിൽ ഈ ഷിബുവിനെയും കൊണ്ട് ഞങ്ങൾ താമസിച്ചു എന്ന് ബാലമുരളി പറഞ്ഞിട്ടാണല്ലോ ചോദിച്ചത് ഇപ്പം എൻ്റെ അടുത്ത്. ആണല്ലോ, ബാലമുരളി പറഞ്ഞ അടിസ്ഥാനത്തിലാണ് സാർ ഇപ്പം എന്നോട് ചോദിച്ചത്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്, വാളയാർ മക്കൾക്ക് നീതി കിട്ടണമെന്ന് ബാലൻ്റെ വീട്ടിലേക്ക് നടപ്പ് സമരം നടത്തുന്ന അതുവരെയും ഞങ്ങളുടെ കൂടെ നിന്ന വ്യക്തി എന്തുകൊണ്ട് മാറി എന്ന് അതും കൂടി ഒന്ന് ചോദിക്കണം. അതെന്റെ ഒരു അപേക്ഷ. നമുക്കിപ്പോൾ ചോദിക്കാം. ബാലമുരളി ടെലിഫോൺ ലൈനിൽ ഉണ്ട് ഇപ്പോൾ. ശ്രീ ബാലമുരളി, താങ്കൾക്ക് കേൾക്കാമെങ്കിൽ താങ്കൾ പറഞ്ഞ ഒരു കാര്യം ഞാൻ വാളയാർ പെൺകുട്ടികളുടെ സംസാരിക്കാൻ താല്പര്യമില്ല. ഞാനിപ്പോൾ ഒരു നിമിഷം താങ്കൾ സംസാരിക്കുക വേണ്ട, ഞാൻ അതിലൊരു വ്യക്തത വരുത്താൻ വേണ്ടിയാ. ശ്രീ ബാലമുരളി, താങ്കൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ, അതായത് കുടുംബത്തെ ആ വീട്ടിലെ കാര്യം, അവിടെ ഒറ്റമുറി വീട്ടിൽ ഈ പ്രതി താമസിച്ചു എന്ന് പറഞ്ഞ കാര്യം, അത് ഉറപ്പായും അതിൽ പെൺകുട്ടികളുടെ അമ്മയോട് അത് ചോദിക്കേണ്ടതുള്ളത് കൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. അപ്പോൾ അവർ ചോദിച്ചത് താങ്കൾക്ക് അത് എങ്ങനെ അറിയാം? 2019 മാത്രം പരിചയമുള്ള ഒരാളാണ്, ഇതിൽ ഇടപെട്ട ഒരാളാണ്, താങ്കൾക്ക് എങ്ങനെ അക്കാര്യം അറിയാം? താങ്കളുടെ വീട് എവിടെയോ ആണ്, ഈ കുടുംബം താമസിക്കുന്ന അടുത്തൊന്നും അല്ല താങ്കൾ, ആ കുടുംബത്തെ പറ്റി താങ്കൾക്ക് ഒന്നും അറിയില്ല. അപ്പോഴൊന്നും അറിയാതെയാണോ വളരെ ഗൗരവമുള്ള ഒരു ആരോപണം താങ്കൾ ഒരു മാധ്യമത്തിലൂടെ ഉന്നയിച്ചത്? ഞാൻ ഈ സംഭവം നടക്കുന്ന സമയത്ത് പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരുന്നു. എൻ്റെ വീട് അധികം കിലോമീറ്ററുകളോടൊന്നും ദൂരമില്ല, ആകെ ഒരു 3 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഈ മരിച്ച പെൺകുട്ടികളുടെ വീടും എൻ്റെ പ്രദേശവുമായിട്ട്. ഞാൻ ആ പെൺകുട്ടി മരിച്ച അന്ന് മുതൽ ഞാൻ വീടുമായി നല്ല നിരന്തരമായിട്ടുള്ള സമ്പർക്കത്തിലായിരുന്നു. അതുമാത്രമല്ല, അവർക്ക് എന്ത് സഹായത്തിനു വേണ്ടിയും ഞാൻ അവിടെ ഓടിയെത്തിയിട്ടുണ്ട്. ദിവസങ്ങളോളം അവിടെ ഓടിയെത്തിയിട്ടുണ്ട്. സാമ്പത്തികമായും ബാക്കിയുള്ള അവരുടെ ആളുകളുടെ സാമ്പത്തിക സമാഹരണത്തിനും വേണ്ടി ഞാൻ സഹായിച്ചിട്ടുണ്ട്.